പ്രൈസ് ലോൺ. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു, വെളിച്ചമുണ്ടായതെങ്ങനെ? അപ്പം ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു സൂര്യനിൽ നിന്നാണ്, മറ്റേ ആൾ പറഞ്ഞു തോമസ് എഡിസൺ ആണ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു ദൈവത്തിൽ നിന്നാണ്, നാലാമത്തെ ആൾ പറഞ്ഞു ഒരു വെളിച്ചം ഉണ്ട പരുവത്തിലാക്കി എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചാൽ വെളിച്ചം ഉണ്ടയായി കിട്ടും. അപ്പം 4 പേരും 4 ഡിഫറെൻറ്റ് രീതി പറഞ്ഞു. ഒരു തമാശ ചോദ്യമാണെങ്കിലും എന്നെ അത് ആഴത്തി ചിന്തിപ്പിച്ചു. കാരണം ഇപ്പോൾ ഫിലോസഫിക്കൽ വേ ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾ പറയും സൂര്യനാണെന്ന് പറയും. സൂര്യൻ എങ്ങനെ ഉണ്ടായിരുന്നു, സൂര്യൻ്റെ രീതി, സൂര്യൻ്റെ നിന്നാണ് വെളിച്ചം വന്നതൊക്കെ. രണ്ടാമത്തെ ആൾ സയൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ സയൻസ് തോമസ് എഡിസനാണ് ഉണ്ടാക്കിയെന്നൊക്കെ രീതി പറയും. മൂന്നാമത്തെ ആൾ പറയുവാണെന്നുണ്ടെങ്കിൽ പറയും യേശു ക്രിസ്തു ഒരു ദൈവത്തിലാണ്, പറയും യേശു ക്രിസ്തു ഉണ്ടാക്കുന്നത്. നാലാമത്തെ ആൾ വാക്കിന് പ്രാധാന്യം കൊടുത്തു. മനസ്സിലായോ? ആ ഉണ്ടയായി എന്നുള്ള വാക്കിന് ഉണ്ടായതെങ്ങനെയെന്നല്ല, ഉണ്ടയായതെങ്ങനെ എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം ഇതാണ് വേർഡ്സിന് പ്രാധാന്യം കൊടുത്ത ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയി പോകുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ എന്നാൽ നമുക്ക് വാക്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുഖശ്രോതാവേ, ഇന്നത്തെ ഈ പാലക്കാട് ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വരുന്നു. അല്പസമയം ഞങ്ങൾ ദൈവീയ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ആയിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമേ, കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാകരുതേ. അടിയൻ്റെ നാവിനോടും വാക്കിനോടും ദൈവമേ കൂടെ ഇരിക്കണമേ. പരിശുദ്ധമായാൽ ദൈവമേ നല്ല രീതിയിൽ പറയുവാനും ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാനും ഒന്നും ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ഹേർട്ട്ഫുള്ളായിട്ടുള്ള രീതിയിലും ആയിരിക്കരുതേ. ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാത്രമായി തീരുമാനമാക്കണമേ. ദൈവമേ, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ജനത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പരിവർത്തിക്കുവാനും അതുമാത്രമല്ല ദൈവമേ ഒരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അതിന് പ്രകാരം ജീവിക്കാനും വചനത്തിൽ കൂടുതലായി എൻജോയ് ചെയ്യുവാനും സന്തോഷിക്കുവാനും ഇതുമൂലം സഹായിക്കണമേ. യേശു മൂലം സഹായിക്കണമേ. യേശു തന്നെ ആമേൻ. ഓക്കെ, നമുക്ക് വാക്യം വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച 1, 2 നമ്മൾ വാക്യങ്ങൾ ശ്രദ്ധിച്ചു. ഈ ആഴ്ച നമുക്ക് 1-ാം ദിവസം 3, 4, 5 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഞാനത് വായിക്കാം. ആദ്യം ഹീബ്രു വായിക്കാം, പിന്നെ ഇംഗ്ലീഷും പിന്നെ മലയാളത്തിലും വായിക്കാം. ഓക്കെ. വയോമേർ എലോഹിം യഹി ഓർ വയഹി ഓർ വയാർ എലോഹിം എറ്റ് ഹാ ഓർ വീൻ കീറ്റോ വയാവ്ദേൽ എലോഹിം വീൻ ഓർ വുവീൻ ഹാ ഹോഷേക്ക് വൈക്ര എലോഹിം ലാ ഓർ യോം വയ ഹോഷേക്ക് ഖറ ലൈല വൈഹി എരവ് വൈഹി ബോക്കേർ യോം ഏക്കാദ്. ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് എബ്രായ അവർ വായിക്കുന്നില്ല, അതിൻ്റെ അകത്ത് പഞ്ച്വേഷനും എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനത് മാറ്റിയില്ല. കാരണം ഇത് ഹെബ്രായർ അവർ വായിക്കുന്ന രീതിയിലുള്ള, അപ്പം നമുക്കത് മാറ്റി ജസ്റ്റ് കാരണം ഓരോ വേർഡിന് എവിടെയൊക്കെ നിർത്തണമെന്നും ഇത് കൊടുക്കണമെന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ വായിക്കുമ്പോൾ അത് മാറ്റി വെറും കോൺസ്റ്റൻറ്റും വാവൽസും മാത്രമേ വെച്ച് വായിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തും ഉള്ളതുകൊണ്ട് ഏതാ കോൺസ്റ്റൻറ്റും ഏതാ വാവൽസ് എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓക്കെ എനിവേ, ഗാഡ് സെഡ് let there be light, and there was light. God saw that the light was good, and God separated the light from darkness. God called the light day and called the darkness night. And there was evening and there was morning, a first day. ഓക്കെ, ഇനി നമ്മൾ മലയാളത്തിൽ നോക്കാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം.
ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് ഈ എന്തുവാ ഷെക്കൈന, സിംസും, വെസൽ ഒന്നുകൂടെ ഒന്ന് പെതുക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാനതൊന്ന് എന്നെ കഴിയാവുന്ന രീതി പെതുക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഷെക്കൈന എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല, നമുക്ക് ക്രിയേഷൻ മൂലമേ ഇങ്ങോട്ട് അറിയത്തുള്ളൂ. അതിന് മുമ്പേ അവസ്ഥ എന്തോ ആയിരുന്നു എന്നത് ഇൻഫിനിറ്റ് അവസ്ഥ. ഇൻഫിനിറ്റ് അവസ്ഥ യഹൂദന്മാർ പറയുന്നു അതൊരു വെളിച്ചമായിരുന്നു. എൻസോഫ് എന്ന് പറയുന്നത് വെളിച്ചമായിരുന്നു എന്ന് പറയുന്നു. എന്തുമായിരുന്നു അറിയത്തില്ല. പക്ഷേ ഏതൊരവസ്ഥയായിരുന്നാലും ആ അവസ്ഥ ഇച്ചിരി ഒന്ന് ഞെരുങ്ങിയിട്ട് എന്താ പറ്റുന്ന സും എന്ന് പറയുന്നത് ഇത് ഞെരുങ്ങുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ദൈവം ക്രിയേഷൻ നടത്തി. മനസ്സിലായി? ഏതൊരു മാറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ടാണ് പഞ്ഞൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഇടുമ്പം ആ വെള്ളം ഒന്ന് കോൺട്രാക്ട് ചെയ്യും. എന്തിനാണ്? മറ്റേ ആ അവസ്ഥ വരാൻ വേണ്ടി. മനസ്സിലായി? അപ്പം അതാണ് അത് സും എന്ന് പറയുന്നതും ഷെക്കാനയ്ക്ക് ഒത്തിരി അർത്ഥം, പല അർത്ഥങ്ങളുണ്ട്. വെളിച്ചത്തിന് പറയും, അതേപോലെ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന് പ്രകാശത്തിന് ഷെക്കാന പറയും. അതേപോലെ മേഘം പകൽ മേഘസംഭവം, രാത്രി അഗ്നിസംഭവത്തിനും ഷെക്കാന പറയും. അതേപോലെ യേശു ക്രിസ്തുവിന് ഷെക്കാന എന്ന് പറയും. അപ്പം അതേപോലെ ഈ വെസൽ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ ഒരു വെസലായിട്ട് അപ്പം ആ വെസൽ ക്രിയേറ്റ് ചെയ്തതിനകത്ത് ഒരു ഫോൾട്ട് വരും. മനസ്സിലായി? ബട്ട് ഫോൾട്ട് വരുത്താൻ നമ്മുടെ ഇത് കൊണ്ട് ഫോൾട്ട് ആ വെസലിനുണ്ടാകരുത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പാപിയാക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെങ്കിൽ നടന്നില്ല. മനസ്സിലായി? അപ്പോൾ ആ വെസൽ പൊട്ടിയില്ല. അന്ന് ആ ദൂതന്മാരുടെ വെസൽ പൊട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വരുമ്പോൾ ആ വാക്ക് വരുമ്പം അതിൻ്റെ ഗമാഷിയ യൂസ് ചെയ്യുമ്പോൾ 288 എന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് യഹൂദന്മാർ പറയുന്നത് 288 ദൂതന്മാർ കുറേ പേര് വീഴ്ത്തപ്പെട്ടു പോയി. ആ വെസൽ പൊട്ടി വീഴ്ത്തപ്പെട്ടു പോയി. അത് കുറേ ഭൂമി വീണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമി വീണ ആൾക്കാരെ എന്തെടുത്തു? ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു എന്ന് നമ്മൾ യൂദാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് FAC ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് പവർ ഓഫ് ദ എയർ എന്ന്, പ്രിൻസ് ഓഫ് ദ എയർ, എന്തോ വായുവിലെ ഒരു അധിപതി എന്ന് പറയുന്നത്. അത് എന്തുവെന്ന് പറയുന്നത് വെച്ചാൽ ഈ കുറേ പേര് താഴെ വീണു, കുറേ പേര് ഈ എയറിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് ഡാനിയലിൻ്റെ പ്രാർത്ഥന മേലിൽ പോകാതെ എയറിൽ തങ്ങി നിന്നെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പം നമ്മളോട് ദൈവദാസന്മാർ പറയാറുള്ളത് ആദ്യം ദൈവത്തെ സ്വർഗ്ഗസ്ഥനായ പിതാവേ അല്ലെങ്കിൽ ദൈവത്തെ കോട്ട് ചെയ്ത് പറയണം, പിന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. അവസാനം ഇത് ഒരു ലെറ്റർ അയക്കുന്ന പോലെ. മനസ്സിലായി? അപ്പം സ്റ്റക്കാകരുത് എന്നുള്ള രീതി പറഞ്ഞതും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അവിടെ ഒരു പ്രിൻസ് ഓഫ് എയർ അതിൻ്റെ അകത്തുണ്ട്. അത് റക്കിയയുടെ മുകളിലായിട്ടാണ്. അത് അടുത്ത പ്രാവശ്യം Day 2 വരുമ്പോൾ റക്കിയ വരും. അപ്പോൾ അന്നേരം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആ വെസൽ അവർ കാത്തു സൂക്ഷിക്കാഞ്ഞത് കൊണ്ട് ആ വെസൽ പൊട്ടി വീണു. നമ്മളും ഒരു വെസലാണ്. നമ്മളും കാത്തു സൂക്ഷിച്ചില്ല. അതവും അവയും പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്ത് പറ്റി? ഏതിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വന്നു. മനസ്സിലായി? അപ്പം പാപം നമ്മളെ നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ പാപം വന്ന് അത് പൊട്ടിപ്പോയി. അപ്പം നമ്മൾ പാപിയായിപ്പോയപ്പോൾ നമ്മളെന്ത് കൊടുക്കുന്നത്? നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ ഇതാകുന്നു, പ്രവൃത്തിയാൽ നന്നാകാൻ പോകുന്നെന്ന് യഹൂദൻ്റെ. പക്ഷേങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനാലല്ലാതെ ദാറ്റ്സ് നോ വേ എന്ന് പറയുന്നു. ഓക്കെ. അപ്പം നമുക്കത്, പക്ഷേ യഹൂദന്മാർ ഒരു സ്റ്റെപ്പോടെ കൂടുതൽ പോയി. എന്തെന്ന് വെച്ചാൽ ദൂതന്മാർ മുഖാന്തരം ഈ ലോകത്തിനും ഫോൾട്ട് വന്നു. ആ ലോകത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി കോൺസെപ്റ്റുകളും ഐഡിയകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യം, ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ലതല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അവസാനം രോഗം വന്നിട്ട് നമ്മൾ ദൈവമില്ല അതില്ല പറഞ്ഞിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷേ അല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് പല പ്രാവശ്യവും വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ രോഗം വരും. നമ്മളത് കാത്തു സൂക്ഷിക്കാതിരുന്നാൽ എന്തോ പറ്റും? രോഗം വരും. എന്നിട്ട് പിന്നെ നമ്മൾ ദൈവമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല.
ഓക്കെ, അതേപോലൊരു കോൺസെപ്റ്റ്. അതേപോലൊക്കെ അതാണ് ഷെക്കേന മനസ്സിലായാലും ഒരു വെളിച്ചം. അതൊന്ന് ഇച്ചിരി ഒന്ന് മാറി ഇച്ചിരി ഒന്ന് ഇതായി കോൺട്രാക്ട് ചെയ്തപ്പം അതിൻ്റെ അകത്ത് ആ കോൺട്രാക്ഷനാണ് സുംസു എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു പൈ പീസ, അതിൻ്റെ അകത്ത് ഒരു സ്ലൈസിൻ്റെ അകത്ത് ഒരു ഒലിവുകായാണ് ഭൂമി. അതിൻ്റെ അകത്ത് നമ്മളിലെ ഒരു ബീജത്തിൻ്റെ അകത്താണ് വന്നു എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായി. അപ്പം അഖിലാണ്ടത്തെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത ഒരാൾ ഒരു ബീജത്തിൻ്റെ അകത്ത് വന്നു. അതേപോലെ നിക്കോദിമോസ് എന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പം നിക്കോദിമോസ് പട കൺഫ്യൂസ്ഡ് ആയിപ്പോയത് ഇതാണ് കോൺസെപ്റ്റാണ്. എങ്ങനെ എനിക്ക് മാതാവിൻ്റെ വയറ്റിൽ പോയി പിന്നെ ഒന്നുകൂടെ ജനിക്കാൻ പറ്റും? മനസ്സിലായോ? അതേപോലെ ഒട്ടകത്തെ കുഴലിൽ കൂടെ വിടുന്ന അവസ്ഥ. ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ? മനസ്സിലായോ? അപ്പോൾ അതേപോലൊരു കോൺസെപ്റ്റാണ് യേശു ക്രിസ്തു മനസ്സിലായി ഭൂമി വന്നത്. ഞാൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ആൾ ഷെക്കാനയുടെ കൈക്കുമ്പിളിൽ ഈ കാണുന്ന സകല സംഭവവും ദൈവത്തിൻ്റെ കൈക്കുമ്പിളിൽ ഇരിക്കുന്നത് പറയുന്നു. മനസ്സിലായി. അപ്പോൾ ആ കൈക്കുമ്പിളിൽ ഇരിക്കുന്നതിൻ്റെ ഈ വ്യക്തി എങ്ങനെ അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ് നമുക്കത് മനസ്സിലാകാൻ പറ്റത്തില്ല. വി കനോട്ട് ഫാത്തം എന്താ ഗാഡ്സ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി. അതുകൊണ്ടാണ് ബൈബിളിൽ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എത്ര പ്രേമി, അതിൻ്റെ ആഴം, ഉയരം, നീളത്തെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മനസ്സിലായി. വായിച്ചു വരുമ്പം വി കനോട്ട് കോംപ്രിഹെൻഡ്. നമ്മുടെ തലയ്ക്കകത്ത് കൊള്ളാവുന്നതിനെക്കാട്ടി ഒരു വലിയൊരു ഇതാണ്. എന്ന് വെച്ചാൽ പണ്ട് കൊളറാഡോയിൽ ഒരു ഡെക്കുണ്ട്. കൊളറാഡോയിലാന്ന് തോന്നുന്നു. ഒരു ഡെക്കുണ്ട്. ഡെക്കയിൽ ലൈറ്റ് ആ അടിയിൽ വെച്ചേക്കും. അപ്പം നമ്മൾ ആൾക്കാർ വിസിറ്റേഴ്സ് എന്തോ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോയി ആ സീനറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ ബാക്കിൽ ഇരിക്കുന്ന ആളെന്തോ എടുക്കുന്നത് ആ ലൈറ്റ് അങ്ങ് മാറ്റും. മാറ്റുന്നുണ്ടെങ്കിൽ വെറും ഗ്ലാസ് അല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നിർത്തിയേക്കുന്നത് ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് ഒരു പൊട്ടിപ്പോയാൽ നമ്മൾ താഴെ വീണു പോകും. അപ്പോഴത്തേക്ക് ഈ ലൈറ്റ് മാറ്റുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും പേടിച്ചു തിരിച്ച് ബാക്കിലോട്ട് ഓടും. മനസ്സിലായി. അങ്ങനത്തെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരു ഇതാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു മനസ്സിലായി. എല്ലാ ചുറ്റും വീടുണ്ടോ എന്തോന്ന് അതേപോലെയുള്ളൊരു ഇപ്പം ഭൂമിയെ നിർത്തിയേക്കുന്നത് എങ്ങനെയാണ് നിർത്തിയേക്കുന്നത്? ഒരു എയറിലൊരു ബാലൻസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്, എവ്രിവെയർ. ആ പ്രസൻസ് നിലനിർത്തുന്നു. പക്ഷെ ആ പ്രസൻസാണ് ഭൂമി നമ്മുടെ അടുക്കെ ഭൂമിയിൽ വന്ന് യേശുക്രിസ്തുവായിട്ട് വന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നു. മനസ്സിലായി. അത് ഒരു അൺതിങ്കബിളാണ്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഈ അപ്രീഷിയേഷൻ തരാറുണ്ട്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ പേടിയാണ്. കുറ്റവും പറയാറുണ്ട്, ഒത്തിരി നിന്നെയും ദുഷിയും പഴിയൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പം ആദ്യമൊക്കെ സങ്കടമാണെങ്കിൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ വഴി നേരെയാണെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ഏതെന്ന് വെച്ചാൽ ഈ അപ്രീഷിയേഷൻ കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗത്തിൻ്റെ ഫാറ്റ് നമുക്ക് എടുക്കാനുള്ളതല്ല, അത് ദൈവത്തിനായിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഈ ചില ആൾക്കാർ ഒത്തിരി ബ്രില്യൻ്റാണ്, സ്മാർട്ടാണ്. ഒരു സ്മാർട്ടും അല്ല, ഒരു ബ്രില്യൻറ്റും അല്ല. കാരണം ഞാൻ എന്ന് തന്നെ ഒരു വ്യക്തിക്ക് ഒരു കഴിവില്ല. ദൈവം തരുന്നത് ഞാൻ മറ്റുള്ള ആൾക്കാർ പറയും. മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ ആൾക്കാർ യഹൂദന്മാരും കൂടെ യേശുക്രിസ്തുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കല്ലറയെ കൊണ്ടുവച്ചു. കല്ലറയെ സീൽ ചെയ്തിട്ട് അവർ വലിയ മിടുക്കന്മാരെ പോലെ ഇരുന്നു. പക്ഷേങ്കിൽ കല്ലറയ്ക്കറിയാം ഈ സൃഷ്ടിച്ച ആരാ ഇരിക്കുക. കല്ലറയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം പൊട്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞു. കല്ലറയ്ക്ക് പോലും പേടിയായിപ്പോയി. നാഥനെ വന്ന് തിരിച്ചറിയാൻ പറ്റി. മനസ്സിലായോ? പക്ഷേ ഈ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. വലിയ ജ്ഞാനിയാണെന്നും വലിയ മിടുക്കനാണെന്നും പറഞ്ഞ ആൾക്കാർ കൊന്നു, അവരുടെ ദൈവത്തെ കൊന്നു, അവരുടെ ഹോപ്പ് നശിപ്പിച്ചു എന്ന് അതിന് വലിയ മിടുക്കനായിട്ടിരുന്നു. എല്ലാം പറ്റിയോ? മിടുക്കനായോ? ഇല്ല. എന്തോ പറ്റി?
ആ മനുഷ്യന് മനസ്സിലാകാത്ത കാര്യം കല്ലറയ്ക്ക് മനസ്സിലായ കല്ലറ വഴി മാറി യേശുക്രിസ്തുവിന് മുമ്പിൽ ഒരു ക്രിയേറ്ററാണ്. പക്ഷേ മീൻവെൽ മനുഷ്യൻ എന്താ പറയുന്നത്, അവൻ സ്മാർട്ടാന്ന് പറഞ്ഞ് ഇവരുടെ ഹോപ്പ് നശിപ്പിച്ചു, ഇവരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ മിടുക്കടിച്ച് നടക്കുക അല്ലേ. ഇതേപോലെ കാണുന്ന മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ദൈവം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തന്ന സാധനം അത് യൂസ് ചെയ്ത് നമ്മൾ വലിയ മിടുക്കന്മാരാണ് കാണിക്കുന്നത്. ഒരു മിടുക്കുമല്ല, നമ്മുടെ ഒരു കഴിവും ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ സകല മാനവും മഹത്വവും ദൈവത്തിന് പോകണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കാണുക. നമ്മൾ വലിയ മനുഷ്യനെ ചിന്തിക്കും, വലിയ ബുദ്ധി ഇതാന്ന് പറഞ്ഞ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് ജീവൻ്റെ ഉറവിടമായ നാഥനെ, ക്രിയേറ്ററിനെ, ദ ഹോൾ ക്രിയേറ്ററിനെ, ക്രിയേഷൻ കൊന്നു എന്ന് പറഞ്ഞ് വലിയ ആളുകളിലേക്ക് വില നടന്നു. അത്രയേ ഉള്ളൂ, എല്ലാം ചപ്പും ചവറും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സുംസും എന്ന് പറഞ്ഞത്. സുംസും എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഷെക്കായന എന്ന് പറയുന്നത് ഹോൾ, ആ ഒരു പ്രകാശം, ലൈറ്റ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ്, ഗാഡ്സ് പ്രസൻസ്. ഓക്കെ, പിന്നെ വെസൽ എന്ന് പറയുന്നത് യേശുക്രിസ്തു വെസലായി കീഴത്ത് സൂക്ഷിച്ചു. അപ്പം വെസൽ പൊട്ടി കുറേ ആൾക്കാർ എയറിൻ്റെ അവിടെ സ്റ്റക്കായി, കുറേ ആൾക്കാർ പോയി. ആ വെസലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകാശം അടിക്കുമ്പം അത് റിഫ്ലക്റ്റ് ചെയ്യുക, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷെ ആ പ്രകാശം അടിക്കുമ്പോൾ അകത്ത് ഇതുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. മനസ്സിലായോ? ഇപ്പം നമ്മൾ ചില തേങ്ങയോ അല്ലെങ്കിൽ ഇതാണ് അകത്തൊന്നും ഇല്ലെങ്കിൽ പൊള്ളയാണെന്നുണ്ടെങ്കിൽ നിലത്ത് വീഴുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ അകത്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇത് ചെയ്യും എന്ന് പറയുന്നതിലുള്ള ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. മനസ്സിലായി? അപ്പം നമ്മളുടെ ജീവിതം നമ്മൾ കാത്ത് സൂക്ഷിക്കുക, റിഫ്ലക്റ്റ് ചെയ്യാം. അതെന്തു വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുമ്പോൾ ലൈറ്റിനെ പറ്റിയല്ലേ വരുന്നത്, അപ്പോൾ അവിടെ വരും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇത് ഹാഫ് ആൾക്കാർ എവിടെ പോയി എയർ സ്റ്റക്കായിരുന്നു, ഹാഫ് ആൾക്കാരെ ഇരുട്ടിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പം അടുത്തത് നമുക്കിന്ന് അപ്പം തുടങ്ങാം. വയോമിർ എലോഹിം. വയോമിർ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരം, ഗാഡ് സെഡ്, ഗാഡ് സ്പീക്ക്. യോ മേർ, നമ്മൾ വാവ് പറഞ്ഞു, യോ അത് പറഞ്ഞു, പിന്നെ അമാർ എന്ന് പറഞ്ഞാൽ പറയുക, സ്പീച്ച്, വേർഡ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ആകുമ്പം ഒരു സാധാരണ സ്പീച്ചല്ല, ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മനസ്സിലായോ? ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ് അവിടെ വരുന്നത്. അപ്പം ഈ വേർഡ് അമാർ എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും. പക്ഷേങ്കിൽ അവിടെ വാവ് വന്നിട്ട് 2 യോത് വരുമ്പം 2 എണ്ണം യോത് ഡബിൾ ആവും. അത് വരുമ്പോൾ എന്ത് പറ്റും, ഇത് പാസ്റ്റ് ടെൻസ് ആവും. ഗാഡ് സെഡ് ആവും. ഗാഡ് സെയ്സ് അല്ല, ഗാഡ് സേ അല്ല, ഗാഡ് സെഡ് ആവും. മനസ്സിലായോ? അപ്പം ആ ഒരു വേർഡിനെ അതിൻ്റെ മുമ്പിലത്തെ പ്രീഫിക്സ് കൊണ്ട് അതിനെ പാസ്റ്റ് ടെൻസിലാക്കും. മനസ്സിലായി? അത്രയേ ഉള്ളൂ. അപ്പം ഈ വാവെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ വാവുണ്ടെന്ന്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇത് 2 വാവേ ഉള്ളൂ, കറുത്ത വാവും വെളുത്ത വാവും ഉള്ളൂ. ഇത് കറുത്ത വാവും അല്ല, വെളുത്ത വാവും അല്ല. ഓക്കെ, ഇത് എബ്രായ ഭാഷയിലെ 6ാമത്തെ ലെറ്ററാണ്, 6ാമത്തെ അക്ഷരമാണ്. ഓക്കെ, 6ാമത്തെ അക്ഷരമായ വാവ് എന്ന് പറയുന്നത് അതൊരു ഇങ്ങനെ വന്നിട്ട് താഴോട്ടുള്ള ഒരു ഇതുപോലെ ഒരു ഹുക്ക് പോലെ ഇരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക 2 സാധനം. ഓക്കെ, അപ്പോൾ അമാർ എന്ന് പറഞ്ഞാൽ ഗാഡ് സെഡ്. അപ്പം ഈ വേർഡ് നമ്മൾ ബെർഷീറ്റിൻ്റെ നമ്മൾ പഠിച്ചു. അത് ബിനായെപ്പറ്റിയും ഹോക്മയെപ്പറ്റിയും പഠിച്ചു. അത് രണ്ടും ഫെമിനിൻ ഇല്ല. പക്ഷെ എന്നാൽ ഈ ഗാഡ് സെഡ് എന്ന് പറഞ്ഞാൽ ഈ വേർഡ് ബിക്കം ദൈവത്തിൻ്റെ കൽപ്പന, അല്ലെ ദൈവത്തിൻ്റെ വേർഡ് ബിക്കം ഫ്ലഷായി വന്നു. അപ്പം ഗ്രീക്കിൽ അത് ലോഗോസ് വായിക്കുമ്പോഴും മാസ്കുലിനാണ്. മനസ്സിലായി? മാസ്കുലിനും ഫെമിനിനും പിന്നെ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ന്യൂട്രലാണ്. പക്ഷേ എബ്രായ ഭാഷയിൽ ന്യൂട്രലില്ല, മാസ്കുലിനും ഫെമിനിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം വേർഡ് ബിക്കം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് പീപ്പിൾ. ഓക്കെ, ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്, ദൈവത്തിൻ്റെ കൽപ്പന, അല്ലെ ദൈവത്തിൻ്റെ വചനം. ഓക്കെ,
അപ്പം ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർഫുള്ളിനെ പറ്റി നമ്മൾ ഒത്തിരിയും സ്ഥലത്ത് വായിക്കാറുണ്ട്. എന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ പറഞ്ഞ മാൻപേടകളെ പ്രസവിക്കുമാറാക്കി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പാറയെ പിളർക്കുമാറാക്കി, എന്തുവാ റെവലേഷനിൽ വീഴുമ്പം ഒത്തിരിയും സമുദ്രത്തിൻ്റെ വെള്ളം പോലുള്ള കവിഞ്ഞൊഴുക്ക് പോലുള്ള രീതിയിലാണ് പറഞ്ഞ് വേർഡ്സ് പല രീതി ഉപമിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നും പറഞ്ഞ് ആ വേർഡ് ഇതാ ആണെന്നല്ല, മനസ്സിലായോ? അപ്പം അതേപോലെ കാണുന്നു. ഓക്കെ.